ഇടപ്പറയിലേക്ക് പുരുഷന്മാർ സ്ത്രീകളെ ക്ഷണിക്കുന്നതിൽ എന്താ തെറ്റിന്? പശുവിനെ എരുമയെ വിളിക്കാൻ പറ്റുമോ? അപ്പോ സ്ത്രീ എന്ന് പറയുന്ന പുരുഷന്റെ ഭാഗമാണ്. എപ്പോഴും പുരുഷൻ അതീതയായിട്ടിരിക്കണം സ്ത്രീ. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. പുരുഷന്മാർക്ക് അപ്പുറം വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും പുരുഷന്റെ ഒരു അരയടി താഴെ ആയിരിക്കണം സ്ത്രീ. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. ആ കാലത്ത് ഈ പറയുന്ന പോലെ സ്ത്രീകൾ പുരുഷന്റെ അടിമയായിരിക്കണം, അല്ലെങ്കിൽ അടിമയെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, വെറുതെ ആവശ്യമില്ലാത്ത വാക്ക്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഈക്വലി ജോലി ചെയ്യാനുമായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതിന് ഒരു പുരുഷന്റെ കൂടെ കിടന്നാൽ മാത്രമേ എനിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് പറ്റൂ, അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടൂ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു ഇതല്ലേ. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ഗർഭം ധരിക്കാനും പ്രസവിക്കാനുള്ള അവകാശവും അധികാരവും സ്ത്രീകൾക്ക് കിട്ടിയതുകൊണ്ടാണ്. ഗർഭം ധരിക്കാനും പ്രസവിക്കാനുമുള്ള അവകാശവും അല്ലെങ്കിൽ അവരുടെ കഴിവ് സ്ത്രീകൾക്ക് കിട്ടിയ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റത്തില്ല. തനിക്ക് എന്താണ് ഇത്ര വലിയ കലിപ്പ്? നീയേ വെറും ബ്രിട്ടാസ് മതി, ബ്രിട്ടീഷ് ആവണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തുളസിസാറിന് പേടിയുണ്ടോ? ഏതെങ്കിലും നടി ഇന്നലെ നാളെ സാറിന്റെ പേര് പറയുന്നത് പേടിയുണ്ടോ? ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു തെറ്റായ ഒരു ചിന്ത ഇല്ലാതില്ല എന്ന് ഞാൻ പറയും. താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. എൻ്റെ പേര് വരുന്നില്ല. കാര്യം എൻ്റെ സൂചിക്കകത്ത് ഈ നൂല് കയറത്തില്ല, അത് തളർന്നു കിടക്കുന്ന ഒരു നൂല, അതുകൊണ്ട് അത് പറ്റത്തില്ല. എല്ലാരോടുമായിട്ട് പറയാ എന്നെ ഞാൻ പറയാ. പക്ഷേ സ്ത്രീകൾക്ക് എൻ്റെ പേരും പറയാം. അവർ നൂത്തെടുത്ത് കയറ്റിയെന്നോടെ പറഞ്ഞാൽ നമുക്ക് വല്ലതും നിഷേധിക്കാൻ പറ്റുമോ? പ്രായം ഈ രൂപത്തിന് മാത്രമേ ഉള്ളൂ, മനസ്സ് വളരെ ചെറുപ്പം. എൻ്റെ മുറിയിൽ വന്ന് നടിമാരും തട്ടിയിട്ടുണ്ടല്ലോ. തട്ടിട്ടുണ്ടോ? സംശയം എന്ത്? ഇത് പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത്, മലയാളികൾക്ക് ഈ ഒരു കാര്യത്തിലുള്ള യോജിപ്പേ. ഒരു അച്ഛനും അമ്മയും കിടക്കുന്ന മുറിയിൽ ചെന്നൊരു മോഹൻ ചെന്ന് തട്ടുക, അമ്മ പിന്നെ മരുന്ന് തന്നില്ല എന്ന് ചോദിക്കാനാണ് അത് മറ്റേ അർത്ഥം. ഓവർ ആക്ടിങ് വേണ്ട.